എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നതിൽ. അപ്പം അത് എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ആക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് ഈ സീരിയലിൽ എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഞാനിതിൽ പ്രധാനമായിട്ടും. മെയിൻലി അരോമ എന്നുള്ള ബ്രാൻഡ് നെയിം അല്ലെ, ബാനർ തന്നെയാണ്. അതെ, തന്നെ അതൊരു ബ്രാൻഡ് ആയി കഴിഞ്ഞില്ലേ ചേച്ചി, അരോമ എന്നുള്ള ബ്രാൻഡ് ആയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ ഡയറക്ടർ സജി സാറിൻ്റെ ധാരാളം വർക്കുകൾ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സീരിയൽ അങ്ങനെ കാണാനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ സജി സാറിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ധാരാളം സിനിമകളും അതേപോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സീരിയലുകളും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ നന്നായി വർക്ക് അറിയുന്ന ഒരു ടെക്നീഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അത് ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ഈ ഡയറക്ടേഴ്സ് വരുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും കുറച്ചുകൂടെ അഭിനയിക്കാൻ കുറച്ച് കോൺഫിഡൻറ്റ് കിട്ടുന്നത്, കൂടെ ചെയ്യാൻ നമുക്ക് തോന്നുന്നു അല്ലേ. നല്ല ടീമാണ്, നല്ല ആക്ടേഴ്സിൻ്റെ ഒരു ടീമുണ്ട്. ഓൾറെഡി സീരിയലിലും സിനിമയിലൊക്കെ വർക്ക് ചെയ്ത് പരിചയമുള്ള കുറേ പേരുടെ പിന്നെ ആക്ടേഴ്സാണ് കൂടെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് കാണാറുള്ളത് സിനിമയിലുള്ളവരൊക്കെ സീരിയലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കഥകൾ നന്നാവുന്നുണ്ട് സീരിയലിലെ, അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ കൊടുക്കുന്ന കഥാപാത്രങ്ങൾ നല്ല ഡെപ്തായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അതൊക്കെ കൊണ്ടാണോ ചേച്ചി സീരിയലിലേക്ക് വന്നത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് സിനിമയിൽ കേരളത്തിൽ ആക്ടേഴ്സിന് ഒട്ടും ദൗർബല്യമില്ല, ധാരാളം ആക്ടേഴ്സ് ഉണ്ട് നമുക്കിവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് കിട്ടുന്ന സിനിമകളുടെ എണ്ണം പൊതുവിൽ കുറവായിരിക്കും. അപ്പോൾ സീരിയൽ എന്ന് പറയുന്നത് മറ്റൊരു തൊഴിൽ മേഖലയാണ് ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്. എനിക്ക് ഇതൊരു തൊഴിൽ മേഖല എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ അകത്ത് പണിയെടുത്ത് നോക്കുന്നതിന് ഒരു രസമുണ്ട്. കാരണം ഞാൻ തിയേറ്ററിൻ്റെ അകത്തും സിനിമയ്ക്കകത്തും അഭിനയിച്ചതുപോലെയല്ല സീരിയലിൻ്റെ അഭിനയം. അതിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് വേറൊരു രീതിയിലുള്ള കണ്ടൻറ്റാണ്, എടുക്കുന്ന രീതി വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുക എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അക്കാഡമീഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതും കാര്യം തന്നെയാണ്. ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ലൊക്കേഷൻ അല്ലെങ്കിൽ സിനിമ, നമ്മൾ കുറച്ചും കൂടെ ചേച്ചി അഭിനയിക്കുകയല്ല എന്നത് ജീവിക്കാൻ തോന്നിയിട്ടുള്ള സിനിമ ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയും? ഞാൻ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തന്നെയാണ് തോന്നിയില്ല. ഞാനതെല്ലാം എനിക്കങ്ങനെ ചെറിയത് വലുത് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡയറക്ടറുടെ അങ്ങനെ എനിക്ക് തോന്നിയില്ല. ഞാൻ ഏത് വർക്ക് ചെയ്യുവാണെങ്കിലും അതിൽ ഫുള്ളി ഇൻവോൾവായി തന്നെയാണ് ഞാൻ ചെയ്യാം. ഞാൻ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും എനിക്ക് ഇഷ്ടമായിട്ട് ചെയ്ത കഥാപാത്രം, ഇഷ്ടമല്ലാതെ ചെയ്ത 1-2 സിനിമകളൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഞാൻ ആകെ 19 പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. അതെല്ലാം ഞാൻ ഇഷ്ടമല്ലാത്ത എന്തുകൊണ്ടാണ് സിനിമ? അത് ക്യാരക്ടർ ഇഷ്ടമല്ലാത്തതിൻ്റെയാണോ അതോ അങ്ങനെയല്ല? ചിലപ്പോൾ നമുക്ക് ചില വർക്കുകൾ ചില കഥാപാത്രങ്ങൾ ഇഷ്ടമായില്ല വരും, അല്ലെങ്കിൽ വർക്ക് അറ്റ്മോസ്ഫിയർ നമുക്ക് ഇഷ്ടമായില്ല വരും. അങ്ങനെയൊക്കെ അല്ലാതെ പൊതുവിൽ എനിക്ക് ഞാൻ ചെയ്ത എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടം തന്നെയാണ്, ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. അഭിനയം തന്നെ ഒരു ഇഷ്ടമല്ലേ? ഇഷ്ടമാണ് എനിക്ക്. ഇപ്പോൾ ഈ കഥാപാത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പം മാനത്തെ കൊട്ടാരം സീരിയലിലെ കഥാപാത്രം അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കാര്യം 12-ാം തീയതി ടെലികാസ്റ്റിംഗ് തുടങ്ങാൻ പോവാണ്. മാനത്തെ കൊട്ടാരത്തിൽ ചന്ദ്രിക എന്ന് പറഞ്ഞുള്ളൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ആ കഥാപാത്രത്തിൻ്റെ കോസ്റ്റ്യൂമിലാണ് ഞാൻ ഇരിക്കുന്നത്, മേക്കപ്പിലൊക്കെയാണ്. ചന്ദ്രിക എന്ന് പറയുന്ന ഒരു ലോവർ മിഡിൽ ക്ലാസ് സ്ത്രീയാണ്. അവരുടെ ഒരു ലൈഫ് സ്ട്രഗിളാണ് ഇതിൻ്റെ ഒരു കേന്ദ്രമായിട്ട് വരുന്നത്. അപ്പം എൻ്റെ കൂടെ അഭിനയിക്കുന്നത് അനിൽ മോഹൻ എന്ന് പറയുന്ന മലയാളം സീരിയലുകൾ ധാരാളം അഭിനയിച്ചു, 10-30 സീരിയലുകളൊക്കെ ചെയ്തിട്ടുള്ള വളരെ അധികം അറിയപ്പെടുന്ന അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. അതുപോലെയുള്ള കുറേ ആക്ടേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയിലാണ് നമ്മുടെ വർക്ക് മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്കൊരു പുതിയൊരു മീഡിയത്തിൻ്റെ അകത്ത് പണിയെടുക്കാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം. അത് ചേച്ചിയുടെ ഫേസിൽ കാണാനുണ്ട്. ആദ്യത്തെ സീരിയലാണെന്ന് കണ്ടാൽ പറയില്ല, ഈ അപ്പിയറൻസ് വരുമ്പോഴത്തേക്കിനും കുറേ അധികം അമ്മ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വേഷമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാര്യം സീരിയൽസിൽ ഞാൻ കുറേ ലൊക്കേഷനിൽ പോകുമ്പോൾ എനിക്കറിയാം ഓരോ മേക്ക് ഓവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ചേച്ചി ഈ പുറത്തിറങ്ങുമ്പോൾ ഈ മേക്കപ്പൊക്കെ മാറ്റിയിട്ട് പോകുമ്പോൾ ആൾക്കാർ തിരിച്ചറിഞ്ഞ് വരാറുണ്ടോ ചേച്ചി? കാര്യം ട്രെയിനിലായിരിക്കുമല്ലോ കൂടുതൽ യാത്ര. സിനിമയിൽ അഭിനയിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ തിരിച്ചറിയുമല്ലോ. സാധാരണ എല്ലാവരും മാസ്ക് വെച്ചാണ് പോകുന്നത് തിരിച്ചറിയാതിരിക്കാൻ. അങ്ങനെ യൂസ് ചെയ്യാറുണ്ടോ അതോ? ഇല്ല, സാധാരണ ജീവിതം ജീവിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ വന്നപ്പോഴും ചേച്ചിയുടെ കയ്യിലൊരു ബുക്ക് കണ്ടു. ആ ബുക്സ് നല്ല വായിക്കുന്ന ഒരാളാണ്. മലയാളം നോവൽസൊക്കെ വായിക്കാൻ ഇഷ്ടമുണ്ടെന്നറിയാം. ഇപ്പോൾ വായിച്ചുകൊണ്ടിരുന്ന കയ്യിലിരുന്ന ബുക്സ് ഞാൻ കറക്റ്റ് ശ്രദ്ധിച്ചില്ല, ഒരു ബുക്ക് കയ്യിലിരിക്കുന്നുണ്ടായിരുന്നു. രജനിയുടെ ഒരു ഓട്ടോബയോഗ്രഫിയാണ് വായിച്ചത്, നെല്ലിമരം എനിക്ക് പുല്ലാണ് എന്ന് പറയുന്നത്. അതന്നെയാണ് തോന്നുന്നത്, ഒരു ഓട്ടോബയോഗ്രഫിയാണ്. ഭയങ്കര എൻ്റെ സുഹൃത്തും കൂടിയാണ് രജനി. അപ്പം അതിൻ്റെ ഓട്ടോബയോഗ്രഫി
ഓട്ടോബയോഗ്രഫിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഇനിയിപ്പോൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു കഥാപാത്രം, അതായത് ഇപ്പം സിനിമയിലേക്ക്, ഇപ്പോൾ സീരിയൽ ചെയ്യുന്നതുകൊണ്ട് ഇനി സിനിമയിലേക്ക് വിളിക്കില്ല എന്നുള്ള പേടിയുണ്ടോ ചേച്ചി? അങ്ങനെയൊന്നുമില്ല. ചിലർക്ക് അങ്ങനെ ചെറിയ ചെറിയ ഭയങ്ങളുണ്ട്, അതാണ് ചോദിച്ചത്. അത് ഞാൻ അങ്ങനെയൊന്നും കാര്യങ്ങളെ കാണുന്നതാണ്. എനിക്ക് അത് ചെയ്തേ മതിയാവോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ചെയ്യണം, അത്ര നിർബന്ധമായും ചെയ്യണം എന്ന് ആഗ്രഹമുള്ള നാടകങ്ങളാണ്. അത് ചെയ്യാനുള്ള അവസരങ്ങൾ ഇല്ലാതെയാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പിന്നെ സീരിയൽ അഭിനയിച്ചത് കൊണ്ട് സിനിമ ഇല്ലാതെയാവോ, ഐ എം നോട്ട് ലീസ്റ്റ് ബോധേഡ്. ബോധേഡായിട്ടും കാര്യമില്ലല്ലോ ചേച്ചി. നമുക്ക് പറഞ്ഞ ദൈവം നമുക്ക് ഉദ്ദേശിച്ച് നമുക്ക് തരും. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ചേച്ചി. ചേച്ചിയുടെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനെ ഒരു വേദിയിൽ അല്ലെങ്കിൽ ഇനിയൊരു വേളയിൽ വെച്ചിട്ട് നമുക്കത് ഉറപ്പായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ഇരിക്കാം. ഈ സീരിയൽ ഒരു 100 എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ വരും. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. ഇപ്പോൾ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, മാനത്തെ കൊട്ടാരം എന്ന് പറയുന്ന ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സീരിയൽ ഓഗസ്റ്റ് 12-ന് 7 PM സി കേരളത്തിൽ വരികയാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ എല്ലാവരും കാണണം. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ചേച്ചി. ഈ സീരിയലൊരു 100 അല്ല 1000 എപ്പിസോഡ് പോയതിനു ശേഷം ഒരു ചേച്ചിയുടെ ചിരിയോടെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. വീട് വെക്കട്ടെ, പെട്ടെന്ന് തന്നെ സീരിയൽ വെക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വളരെ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു.